വൈകുന്നേരം നല്ല മഴ, നല്ല ചൂടുള്ള ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചാലോ പൊരി. ഈ ആട്ടലും കുതിർത്തലൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കുക. ഒരു 1 കപ്പ് റവ എടുത്തോളി, അതിക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വെക്കുക. പിന്നെ കേടൊഴിച്ച് ഉപ്പിട്ട് മിക്സിലൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഞങ്ങളുടെ വീട്ടിലെ ഇഡ്ഡലി മേക്കറിന് ഇഡ്ഡലി ഉണ്ടാക്കാൻ ചെറിയൊരു മടി, അപ്പോൾ പുതിയൊരാൾക്ക് വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ പ്രോഡക്റ്റ്. ഇത് കോക്സ് അപ്ലയൻസസിന്റെ അലുമിനിയം ഇഡ്ഡലി മേക്കറാണ്. ഈ ഇഡ്ഡലി മേക്കറിൽ നമുക്ക് 1 ടൈം 8 ഇഡ്ഡലീസ് മേക്ക് ചെയ്യാം. സ്പേസ് സേവർ ആണ്, ലൈറ്റ് വെയിറ്റും ആണ്, ഈസി മെയിൻ്റെനൻസും ആണ്. ഒരു സ്മാൾ ഫാമിലിക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിന് പുറത്ത് മേടിച്ചാണ്, പക്ഷെ നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ഇഡ്ഡലി മേക്ക് ചെയ്യുമ്പോൾ നല്ല പക്ക പെർഫെക്റ്റ് സൈസിലും ഷേപ്പിലും നമുക്ക് ഇഡ്ഡലി കിട്ടുന്നുണ്ട്. നീ വൈ അലുമിനിയം എന്ന് ചോദിക്കുന്നവരോട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രീമിയം ഫുഡ് ഗ്രേഡ് അലുമിനിയം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ വക ടെൻഷൻസ് ഒന്നും വേണ്ട. ഞാനിത് മേടിച്ചത് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഇവരുടെ പേജ് ഫോളോ ചെയ്ത് മേടിക്കാന്നുണ്ടെങ്കിൽ നമുക്കിത് 529 കിട്ടും. പിന്നെ ഫ്രീ ഡെലിവറി ആണ്. അത് നല്ലൊരു ഡീലല്ലേ. ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയത് റവ കൊണ്ടാണ്. ഈ റവ എന്ന് പറഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഉണ്ടാക്കുന്ന സമയത്തൊന്ന് പേടിച്ചു, പക്ഷെ ഇയാൾ നമ്മൾ ചതിച്ചില്ല. നല്ല പക്ക പെർഫെക്റ്റ് സൈസിലും ഷേപ്പിലും ടെക്സ്ചറിലും സാധനം നമുക്ക് കയറ്റിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലായിക്കൂടെ, ആള് നല്ല വേർത്താണ്. ധൈര്യം മേടിക്കുക. അപ്പൊ നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിച്ച് ആ കൊതി അങ്ങനെ തീർത്തിട്ടുണ്ട്.